അങ്ങനെ അനൂപ് നാരായണിയോട് പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ ശാന്തി മുഹൂർത്തം, വെറുതെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല, എന്നാലും ഒരുമിച്ച് ജീവിച്ചിട്ട് മാത്രം ഇത് മതിയായിരുന്നു, ഇനിയൊന്നും പറയാനില്ല, വന്നേ എന്ന് പറഞ്ഞിട്ട് നാരായണിയെയും കൂട്ടി അനൂപ് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആഹാ, മണിയറയെല്ലാം ഒരുക്കിയിട്ടുണ്ടല്ലോ, ഞാനല്ല കേട്ടോ, അത് രഞ്ജേട്ടനാണ്. ആ രഞ്ജന് ബുദ്ധിയുണ്ട്. ആ ആ സമയത്ത് നാരായണി ദേ പാലെന്ന് പറഞ്ഞ് പാല് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അനു പറയുന്നുണ്ട്, കരുതിയിരിക്കേണ്ടതാണല്ലോ, എന്തായാലും നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് നാരായണിയെ പിടിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നാരായണിക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അവരുടെ ശാന്തി മുഹൂർത്തത്തിന് തിരികൊളുത്തുകയാണ്. എന്തായാലും അനൂപാണെങ്കിൽ വളരെ സ്നേഹത്തിൽ നാരായണിയെ കട്ടിലിലേക്ക് പിടിച്ച് കിടത്തുന്നുമുണ്ട്. അപ്പോഴാണ് അവളുടെ മുഖം നാഗവല്ലിയുടെ മുഖം പോലെയായി മാറുന്നത്. അതേസമയം അനൂപാണെങ്കിൽ നാരായണിയെ പ്രണയഭാവത്തിൽ ഒന്ന് നോക്കുകയാണ്. ശേഷം നാരായണിയെ സ്നേഹത്തിൽ വിളിക്കുന്നുമുണ്ട്. ആ സമയത്ത് നാരായണിയുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ബാലഗോപാലൻ തൻ്റെ പത്മജയോട് ചെയ്ത കാര്യമാണ്. പത്മജിയെ ബാലഗോപാൽ ഉപദ്രവിക്കുന്ന കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിൽ വന്നിട്ട് അവളിങ്ങനെ ചാടി എഴുന്നേറ്റ്, നീ ആരടാ എന്നിങ്ങനെ അനൂപിനോട് ചോദിക്കുന്നു. നാരായണി, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? നിനക്ക് എന്താടി പറ്റിയത്? അങ്ങോട്ട് മാറടാ. നീ എന്തിനാണ് എൻ്റെ റൂമിലേക്ക് വന്നത്? എന്നെ സ്പർശിച്ചു പോകരുത്, അങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് അനൂപിനെ പിടിച്ച് ഒറ്റത്തള്ള്. അനൂപ് ഇതും പ്രതീക്ഷിക്കാത്തതാണ്. എന്തായാലും അനൂപ് അവിടെ തട്ടിത്താഴെ വീഴുന്നുമുണ്ട്. എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോടാ. പോകാനാ പറയുന്നത്? നിന്നോട് ആരടാ എൻ്റെ റൂമിൽ കയറാൻ പറഞ്ഞത്? ഇറങ്ങടാ നാരായണി. ഇത് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഞാൻ അനൂപാണ്. നിനക്കെന്താ പറ്റിയത് എന്നൊക്കെ അനൂപ് വളരെയധികം സങ്കടത്തിലും ദേഷ്യത്തിലും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനൂപ് നോക്കുമ്പോൾ നാരായണി ചിലങ്ക കിട്ടുന്നു, കണ്ണിലാണെങ്കിൽ കൺമഷി എഴുതുന്നു. എന്നിട്ട് അവൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുന്നു. സത്യത്തിൽ ഇപ്പോൾ അവൾ യഥാർത്ഥ നാഗവല്ലിയായി മാറിക്കഴിഞ്ഞു. പിന്നീട് ദേഷ്യത്തിൽ നോക്കുകയാണ്. അനൂപ് അങ്ങോട്ട് വന്നിട്ട്, നാരായണി, നീ ഇതെന്താ കാണിക്കാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴും നാരായണി പറയുന്നുണ്ട്, അങ്ങോട്ട് മാറ്, എന്നെ തൊട്ടുപോകരുത്, നിന്നെ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാനാ പറയരുത്, എന്നെ സ്പർശിക്കരുത്. എന്നിട്ട് നാഗവല്ലിയായി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ നാരായണി. അവിടെ നിന്ന് നൃത്തം ചെയ്യുന്നുണ്ട്. എല്ലാം കൈവിട്ടു പോവുകയാണല്ലോ ഈശ്വര എന്നോർത്ത് അനൂപാകെ വിഷമിച്ച് നിൽക്കുന്നു. പേടിച്ച രണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നാരായണിയെ നോക്കുന്ന അനൂപിൻ്റെ മുന്നിൽ നൃത്തം നാരായണി തുടരുകയാണ്. ഭയങ്കരമായ നൃത്തമാണത്. എന്തായാലും നാരായണി കൈവിട്ടുപോയി. നാരായണി അവിടെ നിന്ന് എണീറ്റ് ഓടുന്നുണ്ട്. അത് കണ്ട് അനൂപാകെ അന്തം വിട്ട് നിൽക്കുന്നു. അയ്യോ എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്നാണ് അനൂപിൻ്റെ മനസ്സിൽ. അപ്പോഴേക്കും ഹരിത രാത്രിയിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അയ്യോ, ഡോർ തുറന്ന് ആരോ പുറത്തേക്ക് പോയല്ലോ, ആരായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് ചിലങ്കയുടെ ശബ്ദം. ആ സമയത്ത് നാരായണിയെ കാണുന്നു. നീ എന്താടി ഈ രാത്രിയിൽ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു നാരായണി. ഇപ്പോൾ തന്നെ ഹരിതയെ കൊല്ലും എന്ന് നോക്കിക്കൊണ്ട് കാണിച്ചിരിക്കുകയാണ്, നീ എന്താടി ചിലങ്കയൊക്കെ ഇട്ടിട്ട് ഇവിടെ നിൽക്കുന്നത്? ഹരിത വളരെയധികം ദേഷ്യത്തിൽ നോക്കുകയാണ്. നാരായണിയാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഹരിതയുടെ മുന്നിലേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എടി, നിന്നെ ഇനി മേലാൽ ഇവിടെ കണ്ടുപോകരുത്, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിന്നെ ഞാൻ ഇന്ന് തന്നെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിമേലാൽ കാണരുത് എന്ന് പലതവണ പറഞ്ഞതാണ് നിന്നോട്, എന്നിട്ടും നീ കേട്ടില്ല അല്ലേടി, നീ എന്തിനാ ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞ് ഹരിതയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. കണ്ണൊക്കെ നന്നായിട്ട് ഉന്തിത്തള്ളി പുറത്തേക്ക് വരുന്നുമുണ്ട്. അവളൊക്കെ പേടിച്ച് വിരണ്ട് വിളിക്കുകയാണ്. ഒച്ചയാണെങ്കിൽ വരുന്നുമില്ല. നാരായണി അമ്മാതിരി പിടിയാണ് പിടിച്ചിട്ടുള്ളത്. പരിസര പ്രദേശത്ത് ആരും തന്നെ രക്ഷിക്കാനില്ല. നിന്നെ കൊല്ലുമിടി, നീ ജീവിക്കണ്ട, നീ മരിക്കാനുള്ള ആളാണ്, ഞാനാണ് അനൂപിൻ്റെ ഭാര്യ. ആ ഒരു കാര്യം നാരായണിയുടെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങോട്ട്
മാറി നിൽക്ക്. മുത്തശ്ശൻ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ച് നാരായണിയെ പിടിച്ചു മാറ്റുകയാണ്. മോളെ നാരായണി, ഇതെന്താ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുമുണ്ട്. അപ്പോഴേക്കും നാരായണി ഒരു കൈ ഹരിതയുടെ കഴുത്തിന് മുറുകെ പിടിച്ചിരിക്കുകയാണ്. മോളെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നെറ്റിയിലേക്ക് വിരൽ വയ്ക്കുന്നു. എന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നു. നാരായണി അയാളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നു. അങ്ങനെ അവളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഹരിത ആ സമയത്ത് പേടിച്ച് വിറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അദ്ദേഹം നാരായണിയെ അവിടെ നിന്ന് കൊണ്ടുപോയി ചെയറിലിരുത്തുന്നു. മോൾ ഇവിടെ ഇരിക്കെ, പറയുന്നത് കേൾക്ക്. നാരായണി നെടുവീർപ്പിട്ട് അവിടെ ഇരിക്കുകയാണ്. അതേസമയം അനൂപ് ഛേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. മുത്തച്ഛനാണെങ്കിൽ നാരായണിയോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട കേട്ടോ. ആ സമയത്ത് നാരായണി പരിസരബോധം വിട്ട് എഴുന്നേൽക്കുകയാണ്. അയ്യോ, ഞാൻ എന്താ ഇവിടെ? മുത്തച്ഛ, ഞാൻ എന്താണ് ഇവിടെ? ഹരിത പേടിച്ചു നിൽക്കുന്നുണ്ട്. ഹരിത മോൾക്കാണെങ്കിൽ ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഒന്നും പറയാനില്ലേ? നേരത്തെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒന്നും ഓർമ്മയില്ലേ? ഇത് നുണ പറയുകയാണോ നാരായണി? മോള് വാ എന്ന് പറഞ്ഞ് മുത്തച്ഛൻ അവിടെ നിന്ന് നാരായണിയെയും കൂട്ടി അപ്പുറത്തേക്ക് പോകുന്നു. ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയത്. അതേസമയം ഹരിതയാണ് എങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. മുത്തശ്ശനെ കണ്ടിട്ട് അനൂപ് അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, രഞ്ജൻ എവിടെ? രഞ്ജേട്ടൻ ഇവിടെ ഇല്ല. 10:30 വീട്ടിലേക്ക് പോയി. സാരമില്ല, എന്നാലും ഈ ഒരു അസുഖം നമുക്ക് എടുത്തുമാറ്റി കളയേണ്ടേ? ഇതിന് ചികിത്സയല്ല നല്ലത്, പൂജയും വഴിപാടുമൊക്കെ കഴിക്കണം. ഇപ്പോൾ മോളുടെ കഴുത്തിൽ താലിയും അതിന് മുകളിലായിട്ട് മാംഗല്യസൂത്രവുമുണ്ട്. എന്നാലും ഒരു പൂജയിലൂടെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മാറ്റാം. അല്ലെങ്കിൽ ഇത് വലിയൊരു അപകടത്തിലേക്കാവും പോകുന്നത്. അനൂപായതുകൊണ്ട് കുഴപ്പമില്ല, മറ്റാരെങ്കിലും ആണ് എങ്കിൽ തലയ്ക്ക് പ്രാന്താണ് എന്ന് പറഞ്ഞ് മോളെ കൈയൊഴിയും. എന്തായാലും മോള് അകത്ത് കയറി സുഖമായി വാതിലടച്ച് കിടന്ന് ഉറങ്ങിക്കൊള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ രാവിലെ സംസാരിക്കാം. ഞാൻ എന്താ മുത്തച്ഛ, എന്താണ് പറ്റിയത് എന്ന് നാരായണി ചോദിക്കുന്നു. സാരമില്ല, നമുക്കെല്ലാം മാറ്റാം എന്ന് മുത്തച്ഛനല്ലേ പറയുന്നത്. പിന്നെ മോളുടെ ശത്രുക്കളും ഈ കാര്യം അറിയണ്ട. അതുകൊണ്ട് തന്നെ മോള് പേടിക്കാതെ കിടന്നോളൂ. എനിക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാൻ അറിയാം എന്ന് പറഞ്ഞ് അകത്തുപോയി കിടത്തുകയാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇനി ഈ അടുത്തൊന്നും വരേണ്ട എന്നും വ്യക്തമാക്കി മുത്തച്ഛനും പോകുന്നു. ഭാരതി നല്ല ഉറക്കം ആണ്. അപ്പോഴാണ് വാതിലിൽ ഹരിത മുട്ടി വിളിക്കുന്നത്. അമ്മേ, അമ്മേ, വാതിൽ തുറക്ക്. ഹരിതമോളാണല്ലോ എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നു. എന്താ മോളെ, മോൾ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ആ നാരായണി എന്നെ കൊല്ലാനായി വന്നു. എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കി. മുത്തച്ഛൻ വന്നതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അവളുടെ ഭാവമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അവൾ മറ്റൊരാളായിട്ട് മാറുകയായിരുന്നു. എന്നോട് പറയുകയാണ്, ഇവിടെ ഇനി കണ്ടുപോകരുത് എന്ന്. അതെന്താ അമ്മേ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്? അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിരുന്നു. ഭാരതി പറയുന്നുണ്ട്, ഇടയ്ക്ക് ഉറക്കത്തിലാണ് എങ്കിൽ ബാധ കയറി അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ, എൻ്റെ തലയ്ക്കാണെങ്കിൽ പെരുത്തു വരികയാണ്. മുത്തച്ഛൻ വരാതിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവൾ എന്നെ കൊന്നേനെ. അത് കേട്ടിട്ട് ഭാരതി ചോദിക്കുന്നുണ്ട്, മുത്തച്ഛൻ എന്താ ചെയ്ത്? മുത്തച്ഛൻ ആണെങ്കിൽ തള്ളവിരൽ അവളുടെ നെറ്റിയിൽ അമർത്തി കുറേ സമയം നിന്നു. അപ്പോഴേക്കും അവളുടെ ബാധയൊക്കെ പോയി. അവൾ നോർമലായി. ആ സമയത്ത് എന്നെ രക്ഷിക്കുകയായിരുന്നു. മോൾക്ക് ഓർമ്മയില്ല എന്നാണ് നാരായണി പറയുന്നത്. അവരുടെ ദേഹത്ത് ബാധ കയറിയത് മുത്തശ്ശൻ കണ്ടതാണ്. എനിക്ക് പേടിയാകുന്നു. എന്തെങ്കിലുമൊക്കെ വരാൻ പോകുന്നുണ്ടോ? മോള് പേടിക്കാതെ, അമ്മ കൂടെയുണ്ടാകും. അനൂപേട്ടൻ എവിടെയായിരിക്കും? എനിക്ക് അനൂപിനെ കാണണം. ആ സമയത്താണ് അവളുടെ കണ്ണിൽ ഭാരതി കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നത്. കഴുത്തിൽ മാംഗല്യസൂത്രം വീണ ദിവസമായിരുന്നു നാരായണിയുടെ. എന്നിട്ടാണ് അവൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് അനൂപ് പറയുകയാണ്. അത് കേട്ടിട്ട് ഭാരതി പറയുന്നുണ്ട്, മോളെ, ഇനിയിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നാളെ രാവിലെ പറയാം. നാളെ രാവിലെ തീരുമാനം എടുക്കാം. വാതിലെല്ലാം കുറ്റിയിട്ട് പ്രാർത്ഥിച്ച് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഭാരതി അവളെ മടക്കി അയക്കുന്നു.
ടെൻഷനോടെ നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഭാരതി. ഇവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.